ഹലോ, വി ആർ ബാക്ക്. നമ്മുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് വി ആർ ബാക്ക്. ആ 4ാമത്തെ എപ്പിസോഡ്. 4ാമത്തെ എപ്പിസോഡായി, വിച്ച് മീൻസ് ഏകദേശം ഒരു മാസമായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. ശരിയല്ലേ? റഫ്ലി ഒരു മാസമായി. ദാറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പരിപാടി തുടങ്ങിയിട്ട്. ലാസ്റ്റ് ആരംഭശൂരത്വം മാത്രമല്ലാതെ ഇത് പക്ഷേ ആ സ്റ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇല്ല, 4 ദിവസമായിട്ടുള്ളൂ അല്ലേ? പക്ഷേ വീക്ക്ലി ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്കിപ്പം 4ാമത്തെ എപ്പിസോഡാണ്. ലാസ്റ്റ് എപ്പിസോഡ് വാസ് അബൌട്ട് മാനോസ്ഫിയർ. അത് കുറച്ച് ഏലിയൻ ടേം ആയതുകൊണ്ട് തന്നെ പലർക്കും ഇറ്റ് വാസ് ഒരു പുതിയ ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഫുൾ കേട്ടവർക്കൊക്കെ മീൻസ് നല്ലൊരു ഫീഡ്ബാക്കാണ് തന്നത്. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ഒരു റീച്ച് കിട്ടുന്ന ഒരു ടോപ്പിക്കൊന്നും അല്ലാന്ന് തോന്നുന്നു. ബിക്കോസ് അങ്ങനെ പോപ്പുലർ അല്ലല്ലോ ടേമും അതിൻ്റെ കൺസേൺസും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിലും മറ്റു വീഡിയോസിനും വലിയ റീച്ചൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു പറയുന്ന ബാക്കി എല്ലാത്തിനും എന്തോ ഇല്ല ഒരു പക്ഷേ ഇറ്റ് വാസ് വെൽ റിസീവ്ഡ്. കേട്ടവരൊക്കെ വളരെ നല്ല ഒപ്പീനിയനാണ് പറഞ്ഞത്. ഫാൻ ബേസ് നമ്മൾ ഉണർത്തിയായിരുന്നു. യെസ്, നമ്മൾ ഇങ്ങനെ എല്ലാ ആഴ്ചയും ഓരോ ഫാൻ ബേസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ആഴ്ച ആരുമില്ല. ഈ ആഴ്ച ആരുമില്ല, പക്ഷേ ഉടനെ നമ്മൾ വരുത്തും, ആൾക്കാരെ കൊണ്ടുവരുന്നു. നമ്മൾ ഇനിയും ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ടോപ്പിക്, എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? ഓക്കെ, താങ്ക് യു. നേരെ ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചാണ്. ഇറ്റ്സ് കോൾഡ് ബോഡി ഡിസ്മോർഫിയ. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ അതേപോലെ മാനോസ്ഫിയർ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ ആൾക്കാരെ പിടിപ്പിച്ചു. ഈ ആഴ്ച പിന്നെയും വന്നിട്ട് എന്താ ഒന്നുകൂടി പറ. എടാ, ഞാൻ സത്യമായിട്ട് ഉള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഇറ്റ്സ് കോൾഡ് ബോഡി ഡിസ്മോർഫിയ. ബോഡി ഡിസ്മോർഫിയ. അപ്പോൾ ബോഡി ഡിസ്മോർഫിയ എന്താണെന്ന് ഞാൻ പറയണമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞ എനിക്കറിയാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എഴുതി വെച്ചത് വായിക്കുന്നതായിരിക്കും. ഓക്കെ, ബോഡി ഡിസ്മോർഫിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡിസോർഡർ വേർ ഇറ്റ്സ് ഓൾസോ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നും വിളിക്കും അതിനെ, BDD. ഇസ് എ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ വേർ, ഇത് NHSൻ്റെ ഡെഫിനേഷൻ ആട്ടോ. സോ ഓക്കെ, NHS ഇസ് നാഷണൽ ഹെൽത്ത് സർവീസ്, അത് UKൻ്റെ ഗവൺമെൻറ് ഹെൽത്ത് സർവീസ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ മെൻ്റൽ ഹെൽത്തുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പേർട്ട് ഒപ്പീനിയൻ ആ വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ ഇൻഫർമേഷൻ എടുക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല കേട്ടോ, നമ്മളിങ്ങനെ തമാശ ഇങ്ങനെ രീതിയിൽ തുടങ്ങിയെന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു തമാശ ടോപ്പിക്കൊന്നുമല്ല. ഇത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. വെരി വെരി സീരിയസ് ടോപ്പിക്. അതെ, വളരെ സീരിയസ് ടോപ്പിക്കും. അത് കുറച്ച് ഏലിയൻ ആയതുകൊണ്ട് നമ്മൾ ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. നമ്മൾ അറിയാതെ തന്നെ. ഓക്കെ, ഞാൻ ഐ ഡിഫൈൻ വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, where a person's BDD is a mental health disorder or condition where a person spends a lot of time worrying about flaws in their appearance. ഇത് മലയാളത്തിൽ എങ്ങനെ പറയാം? മലയാളത്തിൽ സ്വന്തം സ്വന്തം അപ്പിയറൻസിനെ കുറിച്ച് ഒരു മനുഷ്യൻ വറീഡ് ആവുക, എക്സ്ട്രീംലി വറീഡ് ആവുക, അല്ലെങ്കിൽ അതിൽ ഒബ്സസ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ അത് ഒബ്സസ് ചെയ്യുന്ന സാഹചര്യത്തെയാണ്, കണ്ടീഷനെയാണ് BDD എന്ന് വിളിക്കുന്നത്. അപ്പോൾ അല്ല, ഇതങ്ങനെ നമുക്ക് ഇപ്പോൾ നീ പറഞ്ഞ പോലെ നേരത്തെ നമ്മളിത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ ഒരു മനുഷ്യന് ഓക്കെ ഞാൻ അത്ര ലുക്കില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു ചെറിയൊരു സംഭവമല്ല ഇത്. വലിയ ഒരു പ്രോപ്പർ ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇങ്ങനെ അത് വെച്ചിട്ട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ. അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല എന്നല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇൻസെക്യൂരിറ്റി, അതൊരു ആക്ച്വൽ ഹെൽത്ത് കണ്ടീഷനാണ്. നമ്മളൊരു മനുഷ്യന് സ്വന്തം സ്പെസിഫിക് ബോഡി പാർട്സ്, അല്ലെങ്കിൽ നമ്മുടെ മുഖം, നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ, അല്ലെങ്കിൽ നമ്മുടെ വയറ്, നമ്മുടെ ബോഡി ഷേപ്പ്, ഇതുപോലത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് എക്സസീവ്ലി വറീഡായിട്ട് അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാവില്ല ചിലപ്പോൾ, പ്രോബബ്ലി മൈറ്റ് നോട്ട്. അപ്പോൾ ഇറ്റ്സ് അറ്റ് NHSൻ്റെ വെബ്സൈറ്റിൽ പറയുന്നത് ദീസ് ഫ്ലോസ് ആർ ഓഫൺ അൺനോട്ടിസബിൾ ടു അതേഴ്സ് എന്ന്. അപ്പോൾ അതായത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു സംഭവം പോലും ആയിരിക്കില്ല, പക്ഷെ നമുക്ക് സ്വയം തോന്നും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞാൽ ഇപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് എനിക്ക് വയറ് കൂടുതലാന്ന് വിചാരിക്കുന്ന പോലെയുള്ള ചെറിയ പരിപാടിയല്ല ഇത്. അത് വെച്ച് ടെൻഷൻ അടിക്കുന്ന പോലെയല്ല ഇത്. അങ്ങനെ ടെൻഷൻ അടിച്ച് ആൾക്കാർ വളരെ വേഴ്സായ സിറ്റുവേഷനിലേക്ക് ആൾക്കാർ പോകും. ഈവൻ അവരുടെ ലൈഫ് തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനിലേക്ക് അവർ സ്വയം
പുഷ് ചെയ്ത് അങ്ങോട്ടേക്ക് കിട്ടും അല്ലേ? അതും ഈ പറയുന്ന NHS വെബ്സൈറ്റിൽ പറയുന്നുണ്ട്, ദിസ് മേ ലീഡ് ടു സിവിയർ ഡിപ്രഷൻ ഓർ സൂയിസൈഡൽ ടെൻഡൻസീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇൻസെക്യൂരിറ്റി. അതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ഇസ് എ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ. അത് ഓക്കെ, അതിൽ സം കോമൺ ഒബ്സെഷൻസ് ഇൻവോൾവ് നമ്മുടെ സ്കിൻ ടെക്സ്ചർ, നോസിൻ്റെ ഷേപ്പ്, ബോഡി സൈസ് ഓർ സിമെട്രി, ഹെയർ ഓർ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ദ ബിഹേവിയേഴ്സ് ദാറ്റ് ഫോളോ ഓഫൺ ഇൻവോൾവ്. ഇതിപ്പോൾ ഉള്ള ഒരാളുടെ ബിഹേവിയേഴ്സ് ഓഫൺ ഫോളോ മിറർ ചെക്കിങ് ഓർ അവോയ്ഡിങ് മിറർ ആസ് എ ഹോൾ. നമുക്ക് നമ്മുടെ മുഖം തന്നെ ചിലപ്പം കാണാൻ തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കും. ഐ കനോട്ട് റിലേറ്റ് ടു ദിസ്. ഞാനതങ്ങനെ പറയുമ്പോൾ എക്സസീവായിട്ട് മിറർ നോക്കുക, എക്സസീവായിട്ട് മൊത്തത്തിൽ ഒരു ഡ്രസ്സിങ്, എക്സസീവ് ഗ്രൂമിങ്. യു കീപ് ഗ്രൂമിങ് സോ ദാറ്റ് യു ക്യാൻ പെർഫെക്റ്റ് ദിസ് എന്നുള്ള രീതിയിൽ യു കീപ് ട്രൈങ് ടു ഗ്രൂം അൺനോട്ടിസബിൾ ഫ്ലോ, അല്ലെങ്കിൽ പ്രോബബ്ലി നോൺ എക്സിസ്റ്റൻറ്റ് ഫ്ലോ. ഓക്കെ, ഇതിനെ കുറച്ചും കൂടി ലൈറ്ററായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ തന്നെ നമുക്കൊരു സ്വയം തോന്നലുണ്ടാവുക, നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്നൊരു, ഇവന്തോ നമുക്ക് ആ പ്രശ്നം ഇല്ലെങ്കിൽ സ്വയം ഒരു തോന്നലുണ്ടാവും നമുക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ണാടി നോക്കുക, ഇടയ്ക്കിടയ്ക്ക് പോയി വെയിറ്റ് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി ഒഴിവാക്കുക, പിന്നെ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഉൾവലിഞ്ഞു പോവുക, അങ്ങനെ സ്വയം ഒരു വിഡ്രോ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു കണ്ടീഷൻ. എനിക്കിപ്പോൾ ഈ ടോപ്പിക് ഈസ് വെരി ന്യൂ, പക്ഷേ ഞാനിത് റിലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, പണ്ട് ഞാൻ ഒരു 5-8 വർഷം മുമ്പ് അനോറെക്സിയ എന്ന് പറഞ്ഞ മൂവിയുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ ആ മൂവിയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരേ കണ്ടീഷനാണോ എന്ന് എനിക്കറിയില്ല, അതിനുള്ള അറിവ് എനിക്കില്ല. പക്ഷേ ആ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അവർക്ക് മെലിയണം, ഇനിയും വെയിറ്റ് കുറയണം. അപ്പോൾ അതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് നമ്മൾ സാധാരണ വെയിറ്റ് കുറക്കാൻ വേണ്ടി നമ്മൾ ഡയറ്റ് ചെയ്യുന്ന പോലുള്ള കണ്ടീഷനല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും കണ്ടിന്യൂസ് ആയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയും, ഇനിയും കുറയണം. അപ്പോൾ അതങ്ങനെ പിന്നെ വീക്കായി അതായത് ഒരു പോയിൻ്റ് എത്തും, അവർക്ക് ഇനിയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തും. അപ്പം അത് അങ്ങനെ ഒരു കണ്ടീഷൻ എന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെ റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. പ്രോബബ്ലി സൗണ്ട്സ് ലൈക്ക് ഇറ്റ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോം ആയിരിക്കും അത്. ബോഡി ഡിസ്മോർഫിയുടെ ഒരു എക്സ്ട്രീം ഫോം ആയിരിക്കും. ജസ്റ്റ് ഒരു പോയിന്റ് കൂടി എനിക്ക് തോന്നുന്നു, ഇത് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒരു ഡിസോർഡറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ വേൾഡിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഇസ് DSM. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ആ DSM 5 ഇതൊരു ഡിസോർഡറായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അണ്ടർ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് ആ ലിസ്റ്റിൽ വരുന്ന വേറൊരു ഐറ്റമായിട്ടാണ് ഇതിപ്പം കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെറ്റ്സ് ട്രൈ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ്സ് റൂട്ട് കോസസ്. മേ ബി നമ്മളതിനെക്കുറിച്ച് ഇത് നീ ഇപ്പോൾ പറഞ്ഞ പോലെ it's a branch of OCD. OCDയുടെ ഒരു ബ്രാഞ്ചാണ്. ആൻഡ് ദിസ് ലൈക്ക് പ്രോബബ്ലി എനി അതർ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ, ജെനറ്റിക്സ് ക്യാൻ ബി എ കോസ് ഫോർ ദിസ്. ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് OCD ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് ബോഡി ഡിസ്മോർഫിയ ഉണ്ടാവാനുള്ള റിസ്ക് ഇസ് ഹയർ. പിന്നെ ഒരു സെക്കൻഡ് പോയിന്റ് ഇസ് എൻവയൺമെൻറ്റ്. നമ്മുടെ എൻവയൺമെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ചൈൽഡ്ഹുഡ് ട്രോമ, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ബുള്ളിങ്, അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് ബോഡി ഷെയ്മിങ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൊച്ചുനാളിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ബോഡി ഡിസ്മോർഫിയ കൂടാനുള്ള സാധ്യത ഇസ് ഹയർ. ദാറ്റ് ക്യാൻ ബി എ കോസ് ഓഫ് ഗെറ്റിംഗ് അറ്റ് ദിസ് കണ്ടീഷൻ. പിന്നുള്ളത് സൊസൈറ്റി ആൻഡ് മീഡിയ. എൻവയൺമെൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പം നമ്മുടെ ക്ലോസ് സറൗണ്ടിങ്സും, സൊസൈറ്റി ആൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ സൊസൈറ്റി എങ്ങനെ ഇതിനെ കാണുന്നു എന്നും,
അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്താണെന്നോ അല്ലെങ്കിൽ അപ്പിയറൻസ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളിടത്തുനിന്ന് അത് ഡിഫൈൻ ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നത് മൈറ്റ് ബി എ റീസൺ ഫോർ ബോഡി ഡിസ്മോർഫിയ. അഗെയിൻ അവിടെയും എനിക്ക് പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഇസ് അറൗണ്ട് ദ സെയിം തിങ്. അതായത് ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂവിയിൽ ഒരാൾക്ക് സിക്സ് പാക്ക് കണ്ടിട്ട് എനിക്ക് സിക്സ് പാക്ക് ഇല്ല എനിക്കും വേണമെന്ന് ഒരു ചിന്ത വരുമ്പോൾ തന്നെ ദാറ്റ് ഡസൻ മീൻ നമ്മൾ ഈ പറയുന്ന ഒരു ഡിസോർഡറിലേക്ക് നമ്മൾ മാറി എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് എ മച്ച് മോർ വേഴ്സ് കണ്ടീഷൻ. നമ്മളങ്ങനെ ജസ്റ്റ് ആ ഒരു തോട്ട് മാത്രമല്ല. അപ്പം ഉടനെ ഇപ്പം നാളെ നമുക്ക് തോന്നി എനിക്ക് അത്ര ലുക്കില്ലല്ലോ എന്ന് തോന്നി എന്ന് വെച്ചിട്ട് നമ്മൾക്ക് ഈ അസുഖം ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഇപ്പം ഒരു ടെൻഡൻസി ഉണ്ട്, ആൾക്കാർ ടേംസ് വളരെ ഈസി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ടേംസ് ലൈക്ക് OCD, ഡിപ്രഷൻ, ഇങ്ങനത്തെ വാക്കുകളെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട്, അതായത് ഓക്കെ ഒരു ദിവസം എന്തെങ്കിലും സങ്കടം വരുമ്പോൾ അപ്പം തന്നെ ഓക്കെ ഞാൻ ഡിപ്രഷനിലായിപ്പോയി, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് ഡിപ്രസ്ഡ്. അല്ലെങ്കിൽ ഇപ്പം കുറച്ചൊന്ന് വീടൊന്ന് വൃത്തിയാക്കി വെക്കുമ്പോഴേക്കും അവർ പറയും എനിക്ക് OCD ആണെന്ന് പറയും. അത് അത്ര എളുപ്പത്തിൽ ആൾക്കാർ ഇത്ര വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂവിനെ ആൾക്കാർ എത്ര എളുപ്പത്തിൽ എനിക്ക് അത് കാരണം പിന്നെ ഞാൻ ചില ഇൻഫ്ലുവൻസേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം തന്നെ അവർ വീഡിയോ എടുത്തിട്ട് ഓക്കെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് വിടും. എനിക്ക് ADHD, ഡിപ്രഷൻ, മറ്റ് ആങ്സൈറ്റി, ഇതൊരു ലിസ്റ്റ്. ഈ പ്രൈവസി അത് ഇത് ഈ ലോകത്തെ തന്നെ ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും എന്താ സെൻസിറ്റീവ് ഡേറ്റ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനമാണ് ഈ ഹെൽത്ത് ഡേറ്റ എന്ന് പറയുന്നത്. അത് ആൾക്കാർക്ക് നാട്ടുകാരോട് പറഞ്ഞു കിടക്കേണ്ട സംഗതിയല്ല. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ബി ലൈക്ക് ഒരു രാവിലെ എണിച്ചിട്ട് ഒരു ലിസ്റ്റ് എടുത്തിടും. ഓക്കെ എനിക്ക് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട്. ഓക്കെ ഞാൻ ഇത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കണ്ടീഷൻസിനോ ഡിസോർഡറിൻ്റെയും ഒരു അവയർനെസ് വേണ്ടാവുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നല്ല പറയുന്നത്. പക്ഷേ ഓക്കെ അതിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ സംസാരിക്കുക. അല്ലാണ്ട് ഇതിനെ വെറുതെ എല്ലായിടത്തും ഈ സാധനം വലിച്ചെടുത്തിട്ടിട്ട് ഇതിൻ്റെ ഒരു ഈ പ്രശ്നത്തിൻ്റെ ഒരു ഡെപ്ത് ഇല്ലാണ്ടാവുന്ന ഒരു കണ്ടീഷൻ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അത് വളരെ എല്ലാവർക്കും OCD, എല്ലാവർക്കും ഡിപ്രഷൻ. അപ്പോൾ അതങ്ങനെ ലൈറ്റായിട്ട് എടുക്കേണ്ട, അതിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റ് അങ്ങനെ ലൈറ്റായിട്ട് എടുക്കേണ്ട സംഭവമല്ല. ഇതൊരു നമ്മളിപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വേറെ പല സ്ഥലത്തും കേൾക്കുന്നുണ്ടായി. അപ്പം മൾട്ടിപ്പിൾ ടൈംസ് ലൈഫ് എടുക്കാൻ വേണ്ടി അറ്റംപ്റ്റ് നടത്തിയ ആൾക്കാരുണ്ട് ഈ കണ്ടീഷൻ കാരണം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഇനിയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ മരിച്ചോ എന്നുള്ള കണ്ടീഷനിലുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ ഇത് അങ്ങനെ ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ കോമൺ അല്ല എന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്നു എന്തോ ഒരു റഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തോ ഇന്ത്യയിലെന്തോ 10 ലക്ഷം ആൾക്കാരും മറ്റേ ഈ സാധനം ഡയഗ്നോസ്ഡ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇത് ഞാനിവിടെ ഒരു സ്ഥലത്ത് ഒരു പ്രിൻറ്റിൻ്റെ ഒരു വീഡിയോയിൽ കേട്ടത് 10 ലക്ഷം. ഹിന്ദിയിലാണ് പറഞ്ഞു, ഞാൻ 10 ലാക്ക് തന്നെയാണെന്നൊന്ന് കേട്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 10 ലക്ഷം ആൾക്കാരും മറ്റേ സാധനം ഡയഗ്നോസ്ഡ്. അപ്പം ഇറ്റ്സ് വളരെ പ്രിവാലൻ്റ് ആണ്. ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ നീ പറയാനുള്ളത്? ഇല്ല, എനിക്ക് ഇനി നിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് അല്ല, സൊസൈറ്റി ഞാൻ കുറച്ചും കൂടെയും ആ സൈഡിലോട്ടാണ് ചിന്തിക്കുന്നത്. സൊസൈറ്റിക്ക് ഇതിലുള്ള ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ആസ് ഇൻ നമ്മളീ പറയുന്നൊരു ഐഡിയ ഓഫ് പെർഫെക്ഷനിസം അല്ലെങ്കിൽ റിലേറ്റിംഗ് സക്സസ് ടു അപ്പിയറൻസ് അല്ലെങ്കിൽ സെൽഫ് വർത്ത് ടു അപ്പിയറൻസ് എന്ന് പറയുന്നൊരു സാധനം ഇതിനൊരു ട്രിഗർ ആവാൻ സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും ട്രിഗർ ആവാൻ തോന്നുന്നു. അതായത് ഈവൻ മൈന്യൂട്ട് സ്റ്റഫ് ലൈക്ക് ബിക്കോസ് ഇപ്പം ചില ആൾ അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് ട്രിഗർ ആവില്ലായിരിക്കും. പക്ഷേ നമ്മൾ കൺസിഡറേറ്റ് ആവേണ്ടത് അങ്ങനെയും ഇതുകൊണ്ടും ട്രിഗർ ആവാൻ ചാൻസ് ഉള്ള മനുഷ്യന്മാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ എന്നെ എല്ലാവരും തടിയാന്ന് വിളിച്ചുകൊണ്ടായത്. എന്ന് വെച്ചിട്ട് ഇപ്പം എനിക്കിപ്പം ഭാഗ്യവശാലും എനിക്കിപ്പോൾ സീനൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ഒരു സംഭവം ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അത് വെച്ച് എഫക്റ്റായ കുറേ മനുഷ്യന്മാരുണ്ടാവും. അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എഫക്റ്റ് ചെയ്യുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. ഇപ്പോൾ എല്ലായിടത്തും നീ ഈ പറഞ്ഞ ബ്യൂട്ടി കോൺസെപ്റ്റ്സ് എല്ലാം ഇന്ത്യയിൽ ഇപ്പം ബ്യൂട്ടി കോൺസെപ്റ്റ്സിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബിക്കോസ് നമ്മളെ മെയിൻ മാർക്കറ്റ് അതിലല്ലേ, ബ്യൂട്ടി കോൺസെപ്റ്റ്സിലല്ലേ. പക്ഷേ ഇപ്പം എനിക്കൊന്ന് കുറഞ്ഞു തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ആഡ് ഉണ്ടോ എന്നൊക്കെ അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് കിട്ടുന്നുണ്ട് ഗ്ലോ അപ്പ് എന്ന് പറഞ്ഞു. ഇപ്പം എനിക്കൊന്ന് പേര് ഉപയോഗിക്കാൻ വേണ്ടി എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെ പല ബ്രാൻഡ് നെയിംസും അവർക്ക് പരസ്യത്തിലേക്ക് മാറ്റേണ്ടി വന്നു തോന്നുന്നു. അത് എനിക്കൊന്ന് ഫെയർ ആൻഡ് ലവ്ലി മാറ്റിയൊരു ഇതുണ്ടായിരുന്നു, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടോന്ന്. ഫെയർ ആൻഡ് ലവ്ലി നല്ല ട്രേഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ
യെസ്, ഇതൊരു മനുഷ്യൻ ഇൻറ്റേർണലൈസ് ചെയ്യുമോ, ഈ സൊസൈറ്റൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒരു മനുഷ്യൻ ഇൻറ്റേർണലൈസ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഹൗ ഹൗ ഡു വി നോ ദാറ്റ് ഈ നമ്മൾ വോട്ട് ഇസ് ദ മറ്റേ ബേസ് ലൈൻ, അല്ലെങ്കിൽ ഏതാ ട്രിഗറിങ് പോയിന്റ് എന്ന് ഒരു മനുഷ്യൻ, അത് വളരെ ഇതായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റീവ് ആയിരിക്കും. വളരെ സബ്ജക്റ്റീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു സബ്ജക്റ്റീവ് ആയിരിക്കും തോന്നുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പം എനിക്കിപ്പോൾ എന്നെ തടിയാന്ന് വിളിച്ചത് എനിക്കായിട്ടില്ല, പക്ഷേ തടിയാന്ന് വിളിച്ച ബുദ്ധിമുട്ട് കുറേ ആൾക്കാർ. അതുപോലെ തന്നെ അത് ഈ ബോഡി തടിയ ഇതെന്നെ മാത്രമല്ല, ഇപ്പം സ്കിന്നിൻ്റെ കളറാണെങ്കിലും വേറെ എന്താണെങ്കിലും, ഇപ്പം നമുക്ക് ഓരോ ഈ ബ്യൂട്ടി കോൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര പെട്ടെന്ന് നമ്മൾ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ തടിയാന്ന് പറയുന്നത് അത്ര ഇഷ്യൂ അല്ലെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ ബോഡിയിൽ ഒരു മറുകുണ്ട്, ആ സാധനം എനിക്ക് ഭയങ്കര കോൺഷ്യസാണ്. അതുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ഷർട്ട് ഇടാണ്ട് ഞാൻ ചിലപ്പം ഈ പൂളിലേക്കും സംഭവം എനിക്ക് പൂളിലേക്ക് ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഷർട്ട് ഇടാണ്ട് പൂളിലേക്ക് ഇറങ്ങും. പലപ്പോഴും പൂളിലാണെങ്കിൽ നിയമം ഉണ്ടാവും ഷർട്ട് ഇടാൻ പാടില്ല. നാട്ടിൽ പ്രത്യേകിച്ച് അതെന്തിനായി മനസ്സിലായില്ല, എന്തുകൊണ്ടായിരിക്കും കളർ ഇളകി ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് ഞാൻ പണ്ട് ഓർമ്മയുണ്ട്, ഞാൻ ഈ ഓഫീസിൽ നിന്ന് മറ്റേ ടീം ഔട്ടിങ്ങിന് പോയി. ടീം ഔട്ടിങ് അല്ല, ഫുൾ എംപ്ലോയീസ് മൊത്തം നമ്മൾ ഒരു ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് മറ്റേ റിസോർട്ട് എന്തോ സാധനത്തിൽ റൂമെടുത്ത്. അപ്പോൾ അവിടെ പൂളുണ്ട്. എനിക്കാണെങ്കിൽ ഈ പൂളിൽ ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ ഈ സാധനത്തിൽ ഇറങ്ങണമെങ്കിൽ ഷർട്ട് വരിട്ട് ഇറങ്ങാനൊക്കെ കൂടെ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഓക്കെ അന്ന് രാത്രി എല്ലാവരും ഉണ്ടാവുമല്ലോ പൂളിൽ, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ വിചാരിച്ചു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആരും ഇല്ലാത്ത സമയത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എണീച്ച് പോകുമ്പോഴേക്കില്ലേ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പൂളിൻ്റെ സൈഡിലാണ്, എല്ലാം നാട്ടുകാർ മൊത്തം പൂളിൻ്റെ സൈഡിലുണ്ട്. അങ്ങനെ ഞാൻ പൂളിലേക്ക് ഇറങ്ങില്ല. ഇൻട്രസ്റ്റിങ്ങിൽ വേറെ സംഭവം എന്താണെന്ന് അറിയോ, ഞാൻ ഈ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടില്ലേ, ഞാൻ മറ്റേ ഈ പൂൾ സൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. എന്നിട്ട് അവിടെ ഉണ്ടായ ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ എത്രയോ കുറേ 300 രൂപ കൊടുത്തിട്ട് ഒരു ഷോർട്സ് വാങ്ങിയിട്ടുണ്ടായി. എന്നിട്ട് അത് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടു. പിന്നെ അതിന് ശേഷം ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഞാൻ പോയിന്റ് ഈസ് ഇത്ര അങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ നമ്മളെ കോൺഷ്യസ് ആക്കും. അപ്പം ഏതാ പോയിന്റ് നമുക്കിപ്പോൾ വളരെ സബ്ജക്റ്റീവ് ആയിരിക്കും. എനിക്കിപ്പോൾ അതാണെങ്കിൽ വേറെ പലർക്കും വേറെ ഇതായിരിക്കും. സെയിം ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. മറ്റേ ഗ്രാജുവേറ്റ് ഇൻഡക്ഷൻ പരിപാടിക്ക് മറ്റേ റിസോർട്ടിൽ പോയി ഫുൾ ഹോട്ട് ടബാണ്, സെറ്റ് റിസോർട്ടിൽ വെച്ച പരിപാടി ഇറങ്ങുന്നു. ഹോട്ട് ടബ് ഉണ്ട്, ഇറങ്ങാൻ ധൈര്യമില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു, അങ്ങനെ വിട്ടു. ബട്ട് യെസ്, ദാറ്റ് ഈസ് വൺ തിങ്. അല്ല, പിന്നെ ഇത് നമുക്കിപ്പം പിയർ പ്രഷർ തന്നെ ഉണ്ടാവും. പോരാത്തതിന് മീഡിയ സീനും ഇപ്പോൾ നമ്മൾ കാണുന്ന ഭയങ്കര ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സൊക്കെ ഭയങ്കര ഒരു പെർഫെക്റ്റ് ഒരു ഇതാണല്ലോ. പക്ഷെ നമ്മൾ എപ്പോഴും ആസ്പയർ ചെയ്യുന്നത് അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ അത് സംസാരിക്കുന്നൊരു സിനിമയായിരുന്നല്ലോ സബ്സ്റ്റൻസ്. എന്തു പറഞ്ഞാൽ ഞാൻ സിനിമയിലേക്ക് അവസാനം എത്തുന്നു. സബ്സ്റ്റൻസും അങ്ങനെ തന്നെയാണ്. സിനിമ എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല, അതൊരു കാര്യം. പക്ഷേ ആ സിനിമ ഒരു പേര് ഡെമി മൂർ അല്ലേ? യെസ്, അതിന് ഓസ്കാർ നോമിനേഷൻസ് ഒക്കെ ഉണ്ടായി. എനിക്കൊന്ന് മേക്കപ്പിന് ഏതൊന്നും അവാർഡൊക്കെ കിട്ടി. പക്ഷെ അതും ടോക്കിംഗ് അബൌട്ട് ഒരു സെയിം സബ്ജക്റ്റ്, അതായത് ഇങ്ങനെ നമ്മളെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന പ്രഷറും അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് കാണിക്കുന്നൊരു സിനിമ. പിന്നെ നമ്മളിപ്പം പറയുന്ന പോലെ തന്നെ ഇവർക്ക് 6 പാക്കും മറ്റേ സൈസ് 0 ഒക്കെ ഉണ്ടാവുന്നത് ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ്, അവർക്ക് അതിനുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന് ശമ്പളവും കാര്യങ്ങളും പൈസ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാം. പക്ഷേ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം, പിന്നെ എന്തിന് നമ്മൾ അങ്ങനെ ആവശ്യമുണ്ടോന്നില്ല. ഓക്കെ, നമ്മൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോന്നില്ല. നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലേക്കും യു വർക്ക് ഫോർ ഇറ്റ്. അല്ലാണ്ട് ഇപ്പം അതിനുവേണ്ടി സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട് ലൈഫ് കളഞ്ഞിട്ട് ഈ സാധനം ചെയ്തിട്ട് എന്താ ആർക്കാ ലാഭം? കാണുന്നവർക്ക്, എനിക്കറിയില്ല ആർക്കും വേണ്ടിയിട്ടാന്നുള്ള സംഭവമുണ്ട്. നമ്മളിത് ചെയ്ത് നമുക്കിതിൽ നിന്നൊരു നീ പറഞ്ഞ തന്നെ അതിൽ നിന്നൊരു സന്തോഷം കണ്ടുപിടിക്കുന്നെങ്കിൽ ഓക്കെ, യു വർക്ക് ഫോർ ഇറ്റ്, യു എൻജോയ് ദ പ്രോസസ് മീൻസ് ഓക്കെ. ജസ്റ്റ് സീയിങ് ദാറ്റ് ദിസ് ഇസ് സോഷ്യലി അക്സെപ്റ്റഡ്, ഇത് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് ഇത് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സെൽഫ് വർത്ത് കൂടും എന്ന് പറയുന്നത് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവിടെ എത്താൻ പറ്റാതെ
അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലെന്നു. അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ എനിക്ക് 6 പാക്സ് ഇല്ല. അങ്ങനെ എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു അൺഹെൽത്തി ആയിട്ട് ഇരിക്കാനല്ല കേട്ടോ. നമുക്ക് ഒന്നും നോക്കാണ്ട് അങ്ങനെ ജീവിക്കാൻ, മറ്റേ ബോഡി പോസിറ്റിവിറ്റി എന്നെല്ലാം പറഞ്ഞിട്ട് എന്തും ചെയ്ത് നടക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്കില്ല. കുറച്ചെങ്കിലും മര്യാദക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള വർക്കൗട്ടും കോൺഷ്യസ് ആയിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഷുഡ് ഡിസ്ട്രോയ് യുവർ മെന്റൽ ഹെൽത്ത്. മൊത്തത്തിൽ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരിക. നെറ്റ് പ്രോഫിറ്റ്, മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ല, ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടായി ഇതെങ്ങനെ നമ്മൾ മറ്റേ ഈ ഡിസോർഡറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടുണ്ട്. അതിന് ഇതിനൊക്കെ കാരണമാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അല്ലേ ബുള്ളിങ്. നമ്മളെ നാട്ടിലുണ്ടോ ബുള്ളിങ്? അങ്ങനെ എന്താ തടയാന്ന് വിളിക്കുന്ന ബുള്ളിങ് അല്ലേ? അത് തടയാന്ന് വിളിക്കുന്ന ബുള്ളിങ് ആണ്. നീ ഇപ്പോൾ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒരു ഫുട്ബോൾ ടീം സെലക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹെൽത്തിൻ്റെ മാത്രമല്ല അതിൽ ഒരു സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഒരു പരിപാടിയില്ലേ ഇതിൽ. ഐ വാസ് ഓൾസോ ബുള്ളീഡ്. എല്ലാവരും, എനിക്കും വണ്ണമുണ്ടായിരുന്നു, ഐ വാസ് ഓൾസോ ബുള്ളീഡ്. പക്ഷേ നമ്മുടെ നിറത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ പേരുകൾ വിളിക്കുക, നമ്മുടെ നമ്മുടെ വണ്ണത്തെ പറഞ്ഞ് പേരുകൾ വിളിക്കുക, ഇതൊക്കെ ബുള്ളിങ് അല്ലേ? ഇതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇരട്ടപ്പേരുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ അച്ഛൻ്റെ അപ്പന്മാരുടെ കാലഘട്ടത്തിലെങ്കിലും എല്ലാവർക്കും ഒരു ഇരട്ടപ്പേരുണ്ട്. ഈ ഇരട്ടപ്പേരുകൾ ഇസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഫിസിക്കൽ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട്. അത് കേൾക്കുന്ന ആൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മളത് വിളിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ പറയും, കേൾക്കും. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. അപ്പോൾ പക്ഷേ ദാറ്റ്സ് ദ ഹോൾ തിങ്. അത് വളരെ നോർമലൈസ്ഡുമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കൊക്കെന്ന് വിളിക്കുന്ന എന്തെങ്കിലുമൊക്കെ പേരുകൾ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഇത് ചിലപ്പോൾ അവരുടെ മൂക്ക് നീണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഇത് നീണ്ടിട്ട് കഴുത്ത് നീണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വണ്ണം കൂടും, അല്ലെങ്കിൽ അവരുടെ നമ്മുടെ നാട്ടിൽ കുറേ ടേമുകളുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു റിമൈൻഡ് ദീസ് തിങ്സ് ടു പീപ്പിൾ ഹു ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു ദിസ്. അപ്പോൾ കുറേ ടേംസ് ഉണ്ട്. അത് കേട്ടവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ അവർ വളർന്നെത്തിയിട്ടുണ്ടോ? അപ്പോൾ ബുള്ളിങ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് എന്താ നിനക്ക് ഡൗട്ട് തോന്നാൻ കാരണം? ഡൗട്ട് അല്ല, നല്ല രീതിയിലുണ്ട് അതിലൊരു. പക്ഷെ ഒരു പൊതുവെ ഒരു സംസാരമില്ല നമ്മൾ ഈ കാണുന്ന അമേരിക്കൻ ഷോസിലും അല്ലെങ്കിൽ UK ഷോസിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ബുള്ളിങ് നമ്മളെ നാട്ടിലില്ല എന്നുള്ളത്. അത് ഇല്ലാത്തതുകൊണ്ടാണോ അതോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ടാണോ? മനസ്സിലാവാത്തതുകൊണ്ട്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ടെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ പിന്നെ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും അത് ഭയങ്കര രസത്തിലാണ് കാണിക്കുന്നത് അല്ലേ? നമ്മളെ കോളേജിൽ അടിയും പിടിയും ഇതൊക്കെ ഭയങ്കര ഗ്ലോറിഫൈഡാണ്. നമ്മളെപ്പോഴും അതിനെന്തോ ഭയങ്കര രസമാണ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് അത് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസാണ് ഇങ്ങനെ ഒരു ഡിസോർഡറിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് പിന്നെ ഒരു സഡൻ ഇതൊരു ഡിസോർഡറിലേക്ക് എത്തണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനെ ഡിസോർഡർ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇങ്ങനൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഇത് ട്രിഗർ ആവാൻ സാധ്യതയുള്ളൊരു മനുഷ്യനും അല്ലാത്തൊരു മനുഷ്യനുമാണോ എന്ന് നമുക്കിതറിയില്ല. നീ പറഞ്ഞ പോലെ എന്നെയും തടിയാന്ന് വിളിച്ചിട്ടുണ്ട്. എന്നെ തടിയാന്ന് വിളിച്ചത് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഐ മീൻ ഈ ഒരു പോയിന്റ്, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ലൈഫ് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് അബൌട്ട് ഇറ്റ്. പക്ഷേ അങ്ങനെ ഈ പ്രശ്നം ട്രിഗർ ആവാൻ സാധ്യതയുള്ളൊരു മനുഷ്യനെയാണോ അല്ലയോ വിളിക്കുന്നതെന്ന് വിളിക്കുന്നവനും അറിയില്ല. അപ്പം ബേസിക്കലി ദ റൈറ്റ് തിങ് ടു ഡു ഇസ് വാട്ട് ഐ തിങ്ക് ഇസ് ഡു നോട്ട് കോൾ. അല്ലെങ്കിൽ സാഹചര്യം ഓൾറെഡി ഈ കയ്യലപ്പുറത്ത് അങ്ങോട്ട് മോങ്ങാനിരുന്ന പട്ടിയുടെ തലേ തേങ്ങ എറിഞ്ഞെന്ന് പറയുന്ന പോലെ അങ്ങനെ എറിയാതിരിക്കാനുള്ളൊരു സാഹചര്യം, ഒരു സൊസൈറ്റൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ലേ? നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനല്ലേ ഇതിനൊക്കെ? അതെ, എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് 2016 ഈ ജിയോ റെവല്യൂഷന് ശേഷം എനിക്ക് തോന്നുന്നു നാട്ടിൽ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറേ കൂടി ഈ ടോപ്പിക്സൊക്കെ ഭയങ്കര ഡിസ്കഷൻ ആവുകയും ഈവൻ നമ്മളെ മൂവീസിൽ ടോപ്പിക് ഡിസ്കഷനൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പോസ്റ്റ് ജിയോ റെവല്യൂഷൻ നമുക്ക് ഭയങ്കര ആൾക്കാർ കുറെ കൂടി പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും. ആക്സസ് ടു ഇൻഫർമേഷൻ വളരെയധികം കൂടി. അതെ, അപ്പോൾ അതുകൊണ്ട് ഡിസ്കഷൻസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പെനിട്രേറ്റ് ചെയ്തിട്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം പ്രോബബ്ലി ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇതൊക്കെ കുറഞ്ഞു വരുമായിരിക്കും. ഇനി ഞാൻ ചാറ്റ് GPT എടുത്ത് ചോദിച്ചാൽ ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ലീവ് വിത്ത് ബോഡി ഡിസ്മോർഫിയ, ഹൗ ഇറ്റ് ഫീൽസ്. അപ്പോൾ
ഇത് ഞാൻ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ, ഇതിൽ എൻ്റെ തോട്ട് പ്രോസസ് ഇല്ല. ChatGPT എവിടെ നിന്ന് ഇത് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. ബട്ട് യെസ്, ലിവിങ് വിത്ത് ബോഡി ഡിസ്മോർഫിയ ഇസ് എക്സോസ്റ്റിംഗ്. പീപ്പിൾ വിത്ത് BDD described it as feeling trapped in their own head. Feeling is a bit... അല്ലേ, എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്നെ അവരെക്കുറിച്ചൊരു ഇമേജ് അവരെ മനസ്സിലുണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, ഈവൻ ദോ അവർ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ഇമേജ് അവരെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ സങ്കടപ്പെടുക. ഐ മീൻ സങ്കടപ്പെടേണ്ട കണ്ടീഷൻ അവർ മനഃപൂർവ്വം ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവർ തന്നെ എത്തിപ്പോവുകയാണ്. നമ്മൾ വളരെ ലാഘവത്തോടെയും തമാശയോടെയും പറയുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് വളരെ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നമുക്കിത് ഗേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊരു റിയൽ കോട്ട് ഫ്രം സമൺ ഹു ലീവ്സ് വിത്ത് BDD, അനോണിമൈസ്ഡ് ആണ്. I spent hours trying to hide my face with makeup. I cancel plans because I think I look hideous, but my friends say I look fine. I wish I could see what they say. നമ്മൾ വിൽ ബി ഫാർ ഫ്രം വാട്ട് ദ ഫാക്ട് ഇസ്, അല്ലെങ്കിൽ വി വുഡ് ബി ഫാർ ഫ്രം ദ ട്രൂത്ത്. നമ്മളതിങ്ങനെ കണ്ട് നമ്മളതിൽ ഒബ്സസ് ചെയ്ത് നമ്മൾ ഇതാണെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ച്, ഇറ്റ്സ് എ വെരി സ്കാരി കണ്ടീഷൻ. ഇറ്റ്സ് വെരി സ്കാരി. എനിക്ക് തോന്നുന്നു ഇപ്പം സെർട്ടൈൻ അതർ ഡിസോർഡേഴ്സും കണ്ടീഷൻസുള്ള ആൾക്കാർ പലതും ഹാലുസിനേറ്റ് ചെയ്യാൻ അവർ കാണുന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അത് നമുക്കറിയില്ല അവരെങ്ങനെയാണ് കാണുന്നത്, പക്ഷെ അങ്ങനെ കാണുന്ന മനുഷ്യന്മാരുണ്ട്. കാരണം ഇതൊക്കെ ഈ ബ്രെയിൻ്റെ ഒരു വർക്കിങ്ങും അതിൻ്റെ വയറിങ്ങും അതെന്തെങ്കിലും തെറ്റിക്കിടന്നാൽ ഇത് സംഭവിക്കും. നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളിപ്പം എപ്പോഴും ഈ മെൻ്റൽ അസുഖങ്ങളെക്കുറിച്ച്, മെൻ്റൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സംഗതിയില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വേറെ മറ്റൊരു അസുഖം പോലെ തന്നെയാണ്. പക്ഷെ നമുക്കത് മറ്റു പല അസുഖങ്ങളും ചിലപ്പോൾ നമുക്ക് വേദനയായിട്ടൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഡിഫിക്കൽട്ടീസ് സിംറ്റംസ് കുറേ കൂടി കാണുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ സിംറ്റംസ് വിസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കത് ഇത് അനുഭവിക്കാത്തവർക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം കേൾക്കുമ്പോൾ ഭയങ്കര എന്താ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയെല്ലാം ഒരു മനുഷ്യനെ അങ്ങനെയൊക്കെ കാണുമോ എന്നൊക്കെ നമുക്ക് സംശയം വരും. പക്ഷേ കാണുന്നുണ്ട്. എൻ്റെ ഒരു ഇതിലുണ്ടല്ലോ, അത്ര അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൂ. കാരണം ഇതിങ്ങനെ ബാക്കിയെല്ലാ നമ്മളെ പാർട്സും ഒരു വർക്കിങ്ങിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ചില മിസ്ഫയർസ് ഉണ്ടാവില്ലേ, ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ. നമ്മൾ ബാക്കി ഇപ്പോൾ ഹാർട്ടിലുണ്ടാകുന്ന മിസ്ഫയർസ് നമ്മൾ പെയിനായിട്ട് വരുന്നു, പക്ഷെ ബ്രെയിനിലുണ്ടാകുന്ന മിസ്ഫയർസാണ് ഇത്. ഇപ്പോൾ എല്ലാം ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ചെയ്യും, പക്ഷേ ചില സമയത്ത് അത് ബ്രേക്ക് ഡൗൺ ആവും. അതുപോലെ തന്നെയാണ് ഇത്. ചിലപ്പോൾ നമ്മളെ ജെനറ്റിക്സിൽ തന്നെ ഇത് ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷേ അല്ലെങ്കിൽ ചിലപ്പം ബ്രേക്ക് ഡൗൺ ആവാനുള്ള വൾണറബിലിറ്റി നമ്മളെ ജെനറ്റിക്സിൽ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ വൾണറബിളായ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഓരോ ഇപ്പം സൊസൈറ്റൽ ഈ പ്രഷറുകളും വരുമ്പോൾ അവർ ട്രിഗർ ആവും. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഒരു സെയിം പേഴ്സൺ നിനക്കെന്താ തോന്നുന്നു പറഞ്ഞ മതി. ഇതിൽ ഇത് ഞാൻ കുറച്ച് ഇതാക്കാം. ഒരേ പേഴ്സൺ വിത്ത് സെയിം ജെനറ്റിക്സ് UK ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ അക്നോളജ് ചെയ്യുന്ന ഒരു കൺട്രിയിൽ ജനിച്ചു വളരുന്നതും നമ്മുടെ നാട്ടിൽ വളരുന്നതും ഡസ് ഇറ്റ് മേക്ക് എ ഡിഫറൻസ്? ഉറപ്പായിട്ട് വ്യത്യാസം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു വ്യത്യാസം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം അതെങ്ങനെ വ്യത്യാസം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇതിനെക്കുറിച്ച് റെക്കഗ്നൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയിൽ എനിക്ക് തോന്നുന്നു പീപ്പിൾ വുഡ് ബി കുറെ കൂടി അവെയർ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, do you think it will be a better society? പിന്നെ അങ്ങനെ ഇപ്പോൾ ഈ വെസ്റ്റ് അങ്ങനെ ആണെന്നൊക്കെ അറിയില്ല. വെസ്റ്റ് അങ്ങനെ ആണെന്നൊക്കെ നമ്മൾ ഇവരങ്ങനെ വരുത്തി തീരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ ആണോന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു എനിക്ക് ഇവിടുത്തെ എനിക്ക് നാട്ടിലത്തെ ഇവിടെ ഞാനിപ്പോൾ ആദ്യം ഗൂഗിളിൽ ബോഡി ഡിസ്മോർഫിയ എന്ന് അടിച്ച് നോക്കിയായിരുന്നു. നീ ബോഡി ഡിസ്മോർഫിയ എന്ന് അടിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഹെൽപ്പ് ഇസ് അവൈലബിൾ എന്നാണ്. NHS അല്ല, ഇങ്ങനെ ഗൂഗിള് നേരെ വരുന്ന കുറേ നമ്പേഴ്സ് വരും. UK, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി ഡിസ്മോർഫിയ എന്ന് വെച്ചാൽ നേരെ വരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ പല സാധനങ്ങൾക്കും അങ്ങനെ സ്പീക്ക് വിത്ത് സംവൺ ടുഡേ, എനിവെയർ, അങ്ങനെ കുറേ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം, ഷൗട്ട് ടു ഇന്ന ഇത്. അല്ല, അതെനിക്കൊന്ന് ഒരു ഗൂഗിളിൻ്റെ ഫീച്ചറാണ്, ഗൂഗിളിൻ്റെ ഒരു NHS റിലേറ്റഡ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ഫീച്ചറാണ്. കാരണം ഈവൻ ഈ വേറെ എന്ത് ഇതുപോലെ ടേം അടിച്ചാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഹെൽപ്പ് ലൈൻ സിസ്റ്റംസ്, ഒരു കോണ്ടാക്ട്സ് വരും തോന്നുന്നു. അപ്പം അതാ പറഞ്ഞത്, അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ യു മൈറ്റ് ഗെറ്റ് ബെറ്റർ ഹെൽപ്പ്. പക്ഷേ തീരെ അൺഅവെയർ ആയിട്ട് നടക്കുന്നൊരു സൊസൈറ്റിയിലാണെങ്കിൽ
അങ്ങനെ ജീവിച്ച് മരിച്ചു പോകും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പോലെ തന്നെ ഇപ്പം ഈ ഡിസബിലിറ്റീൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന പോലെ തന്നെ നാട്ടിൽ ഇവിടെ അത് നമ്മളെപ്പോഴും ഫസ്റ്റ് വന്നപ്പോൾ ചർച്ച ചെയ്യാറില്ലേ, നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ കുറേ ഡിസേബിൾഡായ മനുഷ്യന്മാർ നമ്മൾ റോട്ടിലും കാര്യങ്ങളിലും കാണും. അതിപ്പം ഫിസിക്കൽ ഡിസബിലിറ്റി ആയിരിക്കും, മെൻ്റൽ ഡിസബിലിറ്റി എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ വിചാരിക്കുക, ഇവിടെ ഈ നാട്ടിൽ ഇത് ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി എന്താ, ഇവിടെ അങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ള മനുഷ്യന്മാർക്കും പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു കണ്ടീഷൻ ഈ നാട്ടിലുണ്ടെന്നുള്ളതാണ്. അതായത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസബിലിറ്റിയാണ്. അതായത് എല്ലാ സംഭവങ്ങളും ഈസ് ഡിസൈൻഡ് ഫോർ ഈ നമ്മൾ ഡിസേബിൾഡ് അല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളത്. ബിക്കോസ് സ്റ്റെപ്സ് ആർ ഡിസൈൻഡ് ഫോർ നടക്കാൻ പറ്റുന്നവർക്ക് മാത്രം. അപ്പം അങ്ങനെ അത് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഡിസബിലിറ്റി ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നമുക്ക് അവിടെ ഡിസൈൻ ചെയ്ത ഒരു റാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഡിസബിലിറ്റി ഉണ്ടാക്കുന്നത് ഈ വളരെ നോർമേറ്റീവായ ഡിസൈനിങ് വളരെ നോർമേറ്റീവായ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ നമ്മൾ പുറത്ത് കാണില്ല. കാരണം അയാൾക്ക് പുറത്തിറങ്ങാനുള്ള സംവിധാനമില്ല. അവർക്കിപ്പോൾ ഒരു പുറത്തിറങ്ങി സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഷോപ്പിൽ പോകാനോ എന്തെങ്കിലും സാധനം വാങ്ങാനോ ഉള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല. പിന്നെ അതും നമ്മൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നാടിനെ കുറ്റം നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല അതിനെ. കാരണം ഒരു നാട് എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഒരു നാട്ടിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല ഈ സാധനത്തെ കാണുക. കാരണം നാടിന് ഇതിന് ഭയങ്കര ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ മാത്രമേ ഈ സാധനം കാണാൻ പറ്റൂ. കാരണം ഇവർക്ക് അത് ഇങ്ങനെ നോക്കാൻ എനിക്ക് തോന്നുന്നു സിസ്റ്റം ഇതെങ്ങനെയാണ് നോക്കി കാണുകയെന്ന് വെച്ചാൽ ഇത് എത്ര പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ന കാര്യം എത്ര പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നാടിന് മൈറ്റ് ഹാവ് അതർ ലാർജർ കമ്മ്യൂണിറ്റീസ് വിത്ത് അതർ ഇഷ്യൂസ് ടു അഡ്രസ് വിത്ത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ദേ വിൽ ഹാവ് ദ എബിലിറ്റി ടു അഡ്രസ് ദിസ് ഇഷ്യൂ. എന്ന് വെച്ചിട്ട് ഇത് ഇഷ്യൂ അല്ലാന്നോ മറ്റൊന്നും ഭയങ്കര ഇഷ്യൂ ഒന്നല്ല. എല്ലാ ഇഷ്യൂസ് എല്ലാം മനുഷ്യന്മാരെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും ഒരേ ഡെപ്ത് ഉള്ളതാണ്. പക്ഷേ ഒരു സിസ്റ്റത്തിന് അതിനെ അഡ്രസ് ചെയ്യേണ്ടത് അതിൻ്റേതായ ഒരു സമയം വരുമ്പോൾ മാത്രമേ എത്തുന്നുള്ളൂ. അത് തന്നെയാണ് എനിക്ക് ഈ അനിമൽ വെൽഫെയറിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. ബാക്കി മനുഷ്യന്മാരെല്ലാം സേവിച്ച് കഴിയുമ്പോൾ ഓക്കെ, നിങ്ങൾ അനിമൽസിനെ എന്തിനു വേണമെങ്കിൽ നോക്കി നടത്തിക്കും. പക്ഷെ ആദ്യം മനുഷ്യന്മാരെ സേവിക്കുക. മനുഷ്യന്മാർക്ക് അവർക്ക് ഒരു ജീവിത നിലവാരത്തിൽ എത്തുമ്പോൾ നമുക്ക് അനിമൽസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. അത് എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ചും പറയാം. യു കനോട്ട് വർക്ക് ടുവേർഡ്സ് ക്ലൈമറ്റ് ക്രൈസിസ് അൺലെസ് പീപ്പിൾ ആർ ഹാപ്പി. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇപ്പോൾ ഈ നാട്ടിൽ ക്ലൈമറ്റ് ക്രൈസിന് കുറേ വേ ഹെഡ്, അല്ലെങ്കിൽ ഒരു നെറ്റ് സീറോ ഗോൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷനെ കുറിച്ചോ മൊത്തത്തിലുള്ള റിന്യൂവബിൾ എനർജിയെ കുറിച്ചോ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് പറ്റില്ല. ഇല്ല, കാരണം നമ്മളിപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു മനുഷ്യനോട് ഓക്കെ നീ നാളെ മുതൽ നീ അല്ല സോളാർ എനർജി യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇയാൾ ഇടുന്ന സോളാർ എനർജി യൂസ് ചെയ്യും. കാരണം അയാൾക്ക് നാട്ടിലിപ്പം എല്ലായിടത്തും 24 മണിക്കൂറും കറണ്ട് പോലും എത്തിയിട്ടില്ല. ആദ്യം കറണ്ട് എത്തട്ടെ, കോൾ പവറിലോ എന്ത് കത്തിച്ചിട്ടാണെങ്കിലും നാട്ടുകാർ എല്ലാവർക്കും പവർ കിട്ടട്ടെ. എന്നിട്ടായിട്ട് നമുക്ക് അവരോട് ഫ്യൂച്ചർ ജനറേഷൻസ് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കാം. ആദ്യം സ്വയം ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കട്ടെ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരോട് പോയിട്ട് നിൻ്റെ എല്ലാം മക്കളെ രക്ഷിക്കാൻ വേണ്ടി നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? അല്ല, അത് നമ്മൾ കുറേ ഡീവിയേറ്റ് ആയിപ്പോയി. അല്ല എല്ലാവരും മെൻ്റൽ ഡിസബിലിറ്റിയും മറ്റേതൊക്കെ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ സ്റ്റിക്ക് ഓൺ ജസ്റ്റ് നോട്ട്. അല്ല, ഇപ്പം ഇത് നിൻ്റെ അറിവിൽ ഇപ്പോൾ ഇതിന് എന്തെങ്കിലും ക്യൂർ ഉണ്ടോ? ഓക്കെ, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇസ് അവൈലബിൾ. ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ഇസ് അവൈലബിൾ. അതാണ് ഇതിൻ്റെ പോയിൻറ്റ്. ഇറ്റ്സ് നോട്ട് എൻറ്റയർലി അൺക്യൂറബിൾ അല്ലെങ്കിൽ ക്യൂറബിൾ എന്ന് വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് there is help available. എനിക്കൊന്ന് അത് ജസ്റ്റ് നമ്മൾ ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നുന്നു. ഇതിൽ കുറേ ഉപയോഗിക്കുന്ന ടേംസ് നമ്മളിതിൻ്റെ എക്സ്പേർട്സ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ടേംസ് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ ക്യൂറെന്നും ഡിസീസ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കാരണം ഇതിനൊക്കെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ഡിസീസ് എന്ന് പറയുമ്പോൾ
ഇത് ഡിസീസല്ല, ഇത് അങ്ങനെ കുറേ മനുഷ്യന്മാരെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെ ഡിസീസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ കുറേ ക്രൈറ്റീരിയസ് ഉണ്ടാവും ഡിസീസായി കാറ്റഗറൈസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡിസോർഡറും ഡിസീസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമ്മളിപ്പം അറിയാണ്ട് ഡിസീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ക്യൂർന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് നമ്മളുടെ ഇഗ്നോറൻസായി കൂട്ടിയാൽ മതി. അറിവില്ലായ്മ. ആ റൈറ്റ്. സോ ഇപ്പം ഉള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വാട്ട്സ് അവൈലബിൾ എസ് ഇതിൻ്റെ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഇസ് തെറാപ്പി. അതിൽ ഒരു ടൈപ്പ് ഓഫ് തെറാപ്പി കോൾഡ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, CBT. സോ ഈ തെറാപ്പി ആക്ച്വലി ഹെൽപ്സ് യു ടു റെക്കഗ്നൈസ് വാട്ട് ഇസ് ആക്ച്വലി മേക്കിംഗ് യു ആങ്ഷ്യസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ്ങിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ചലഞ്ചസ് അതിനെ ചലഞ്ച് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ളൊരു വഴി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യാൻ ഈ തെറാപ്പി സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റ് ആക്ച്വലി മേക്സ് യു ഗിവ്സ് യു ഹൗ ടു റിയാക്ട് ടു എ സർട്ടൻ സിറ്റുവേഷൻ ഇൻ എ ഡിഫറെൻറ്റ് വേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ്സ് വരുമ്പോൾ എങ്ങനെ അതിനെ ഡോഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് കാണണം. ദാറ്റ്സ് ഹൗ CBT വർക്ക്സ് ബേസിക്കലി. പിന്നുള്ളത് ലൈക്ക് അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് മാറ്റാനുള്ള ഐഡിയാസ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രെയിൻ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദിസ്. പിന്നെ മെഡിക്കേഷൻ അവൈലബിൾ ആണ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് മെഡിക്കേഷൻ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ലൈക്ക് അതൊരു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും. അത് മാത്രമല്ല അങ്ങനെയല്ല, അത് എനിക്ക് തോന്നുന്നു അവർ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് അവരനുസരിച്ചിരിക്കും. അവർ ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ എന്താ ഇവർക്ക് വേണ്ടതെന്നുള്ളത്. അല്ലാണ്ട് മെഡിക്കേഷൻസും ഉണ്ട്. ഓക്കെ, ഐ ആം ജസ്റ്റ് ഗോയിങ് ടു സ്റ്റേറ്റ് ദാറ്റ് മെഡിക്കേഷൻസും അവൈലബിൾ ആണ് ഇതിന്. നമ്മളിങ്ങനെ വെറുതെ നമ്മൾ ഇതെന്തോ ഈ മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ തന്നെ അത് പോയി അങ്ങനെ ആ ഒരു രീതിയിലേക്കൊരു ഫ്രണ്ട്സി ഉണ്ടാക്കുന്നതിന് പകരം ഡോക്ടേഴ്സ് ഡിസൈഡ്, അവർ പേഷ്യൻ്റ് എന്താ വേണ്ടതനുസരിച്ചിട്ട് അവർ നോക്കിക്കോളും. സംഭവം ഞാൻ ഇത് പെട്ടെന്ന് പറയാൻ, നമ്മുടെ നാട്ടിൽ മരുന്നുകൾ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാൻ പറ്റില്ല. നിനക്ക് നമ്മൾ മൈക്രോബയോളജി പഠിക്കുമ്പോൾ ഓർമ്മയുണ്ടോ, നമ്മുടെ പ്രൊഫസർ നാട്ടിൽ പോയിട്ട് ഇത് ആൻറ്റിബയോട്ടിക്സ് മേടിച്ച് സർപ്രൈസ്ഡ് ആയ സംഭവം. ആൻറ്റിബയോട്ടിക്സ് വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടും. അതുകൊണ്ട് എല്ലാ മെഡിസിൻസും എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഈസിയർ ടു ഇറ്റ്. സോ ഡോണ്ട് ജസ്റ്റ് സെൽഫ് പ്രിസ്ക്രൈബ്. ഡോണ്ട് ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മെഡിസിൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്താ ചെയ്യുന്നതെന്നോ ഒക്കെ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഇറ്റ് ഔട്ട് ഓവർ ദ വെബ്. ഇതൊരു പ്രിസ്ക്രിപ്ഷൻ്റെ ബേസിസിൽ മാത്രം. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് അവൈലബിൾ ഓർ നോട്ട്, അല്ലെങ്കിൽ മാർഗ്ഗം നമുക്ക് ഫാർമസി ചെന്ന് മേടിക്കാൻ പറ്റില്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ സെൽഫ് ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾ സെൽഫ് പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിസിൻസ് വാങ്ങരുത്. ഐ തിങ്ക് ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. അല്ലേ, ഓൾവേസ് ടേക്ക് ദി എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നുള്ളവരായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവർ തീരുമാനിക്കുന്ന പോലെ ചെയ്യുക. പക്ഷേ ആക്ച്വലി നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം ഈ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു പോസിബിളി നിങ്ങളിങ്ങനൊരു അസുഖത്തിലായിരിക്കാം എന്നുള്ള ഒരു പോസിബിളി അങ്ങനെ ഒരു ചിന്ത വരണം ഫസ്റ്റ്. എനിക്ക് തോന്നുന്നു അതിലുപരി മറ്റുള്ളവരിങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കാം എന്നുള്ള ചിന്ത ജനങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് മറ്റൊരാൾ ഇതിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് വെൻ ഇറ്റ് കംസ് ടു ദീസ്. അത് എനിക്ക് തോന്നുന്നു വി ഹാവ് ടു ഗോ ബാക്ക്. നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ച പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പിയറിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില ടോക്സ്, ചില ജോക്സ്, മീൻസ് അതൊരു ഇൻഡിവിജ്വൽ അത് മാത്രമാണ് റീസൺ എന്നല്ല, പക്ഷെ അതൊക്കെ ഇത് റീസണായി മാറാം. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കുറവാണെന്നല്ല പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും പ്രശ്നമാണല്ലേ. നമ്മൾ തടിച്ചാലും പ്രശ്നം, തടി കുറഞ്ഞ പ്രശ്നം, കറുത്ത പ്രശ്നം, വെളുത്ത പ്രശ്നം. ഒരുപാട് വെളുത്ത് കഴിഞ്ഞാൽ നീ എന്താ ഇങ്ങനെ എല്ലാത്തിനും കംപ്ലൈൻറ്റ്. അതായത്
എന്ത് ബിക്കോസ് ഈവൻ നമ്മളിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്നതാണെങ്കിലും ദ ഫസ്റ്റ് തിങ് ദേ ടെൽ ഈസ് ഓക്കെ നീ തടിച്ചല്ലോ, നീ മെലിഞ്ഞല്ലോ, അതാണ് ഫസ്റ്റ് പറയാം. അല്ലാണ്ട് നമ്മളെ കുറേ കാലം കഴിഞ്ഞ് കണ്ടുള്ള സന്തോഷ സങ്കടമൊന്നുമല്ല. ഫസ്റ്റ് തന്നെ പറയുന്നത് തടിച്ചല്ലോ, എത്ര കിലോ ഉണ്ട് എന്നൊക്കെ, കവളൊക്കെ തൊടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോൺവെർസേഷൻ അതാണ്. പക്ഷേ അത് തന്നെ ഇപ്പോൾ മെലിഞ്ഞവൻ തടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടുണ്ടല്ലോ, തടിച്ച കുറച്ചും കൂടെ എന്തുവാണ് ക്ഷീണിച്ചല്ലോ, ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ. ഈവൻ അത് പറയാം, കുട്ടികളെ പോലും നമ്മൾ വെറുതെ വിടില്ലല്ലോ. ഈവൻ ബേബീസ്, ടോഡ്ലേഴ്സ് പോട്ടെ, ബേബി ജനിച്ച വീണ കുട്ടികളെ പോലും നമ്മൾ വെറുതെ വിടില്ല. അവരെ നോക്കിയിട്ട് ഉരുണ്ടിരിക്കണം, ഒരു ഉരുട്ടി എടുക്കണമെന്നല്ല, കുളിപ്പിച്ച് ഉരുട്ടി എടുക്കണമെന്നല്ല, വളരെ കൺവിൻസിങ് ആയിട്ട് നമ്മൾ പറഞ്ഞു കളി. മൂക്ക് നീട്ടി വലിച്ചെടുക്കണം, കൈ നീട്ടി വലിച്ചെടുക്കണം. പിന്നെ അതങ്ങനെ ആവാൻ വേണ്ടിയിട്ട് വേറെ കുറേ ഈ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞ മദേഴ്സിന് വേറെ കുറേ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ സ്വയം വീട്ടിലങ്ങനെ തീരുമാനിച്ചത്. ഇത് അങ്ങനെ ഒരു എന്തെങ്കിലും ആവുന്നില്ല. എല്ലാവർക്കും ഒന്ന് തന്നെ, എല്ലാ മനുഷ്യന്മാർക്കും ഒരേ മരുന്ന്, ഇത് കഴിച്ചാൽ ഇങ്ങനെയാവും, അതെങ്ങനെയാന്ന് നമ്മുടെ ഓരോ ബോഡീൻ്റെ റിയാക്ഷൻ പലതരത്തിലാണ്. ഒരു 1% ടു അതർ പേഴ്സൺ ഇത് സാധനം മാറും, ഇത് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നാട്ടിൽ എല്ലാവർക്കും കൂടി ഒരു മരുന്ന് കഴിച്ചാൽ മതി, സെറ്റാ. അതൊക്കെ അങ്ങനെ ഇപ്പോൾ അങ്ങനെ വലിയ റിസർച്ചൊക്കെ നടത്തി ഇത്ര ആൾക്കാരിൽ നമ്മൾ 99.99 ആൾക്കാർക്കും ഇത് വർക്കാവുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഓക്കെ. ഇതങ്ങനെയല്ല, ഇത് നാട്ടിലിങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണെന്നുള്ള രീതിയിൽ കുറേ മരുന്നുകൾ, കുറേ ജഡ്ജ്മെൻറ്റ്സ്, എല്ലാ സാധനങ്ങളും അങ്ങനെയല്ലേ. അതങ്ങനെയാണെന്ന് എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. അല്ലാതെ ഇതിന് വേറൊരു നമ്മൾ നാട്ടിൽ നമുക്ക് ലോജിക്കലല്ല എന്ന് തോന്നുന്ന എന്ത് കാര്യം നമ്മളുടെ മുമ്പിലത്തെ തലമുറയുടെ അടുത്ത് നമ്മൾ എന്ന് ചോദിച്ചാൽ അതാ നാട്ടു നടപ്പ്, ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ചെങ്കിലും സെൻസിബിൾ റീസണിങ് തിരിച്ചു തരാൻ പറ്റാത്തപ്പോൾ ബി സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇറ്റ് ഗൈസ്. പിന്നെ ഇതങ്ങനെ അഗെയിൻ ഇതങ്ങനെ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ അവരെ കുറ്റപ്പെടുത്താനൊന്നുമല്ല കേട്ടോ. അവർ പല പ്രഷറിൻ്റെ മുകളിൽ ഈ സാധനം ചെയ്തു പോകുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇത് പ്രഷർ ടു അത് അങ്ങനെ അല്ലാണ്ടാക്കാൻ അത് മറ്റതിനേക്കാളും കൂടുതലായതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പം അവരൊന്നും കളിയാക്കിയിട്ട് കാര്യമില്ല. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ അവസ്ഥകളാണ്. കൺക്ലൂഡ് സമ്മറൈസ് ചെയ്യുന്നത് ഐഡിയാസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനൊരു ഡിസോർഡർ ഉണ്ട്. അത് സംഭവിക്കാൻ എന്നതൊക്കെ കാരണങ്ങളാവാം. എല്ലാം ഇതിൻ്റെ ഒന്ന് മാത്രമാണ് കാരണം എന്നല്ല, മൾട്ടിപ്പിൾ ആവാം, ജനറ്റിക്സ് ആവാം, സൊസൈറ്റൽ പ്രഷർ ആവാം, മീഡിയ ആവാം. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡായിട്ട് ആൾക്കാർ ട്രിഗർ ആവാം. പക്ഷേ എനിക്ക് തോന്നുന്നു ദ ബിഗ്ഗസ്റ്റ് പോയിൻറ്റ്, നമ്മൾ ഏറ്റവും വലിയ പോയിൻറ്റ് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ബാക്കിയുള്ള മനുഷ്യന്മാരോട് കൺസിഡറേറ്റ് ആവുക എന്നുള്ളത്. അതായത് ഒരു ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാർ ക്യാൻ ബി വളരെ സെൻസിറ്റീവ്, വളരെ ഡെലിക്കേറ്റ് ആണ് ഈ സാധനത്തിൻ്റെ മൊത്തം വർക്കിങ്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരായിരിക്കും മെജോറിറ്റി ആൾക്കാർ. പക്ഷേ നമ്മുടെ ഒരു മോഡേൺ വാല്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ അല്ലാത്ത മനുഷ്യന്മാരും ലോകത്തുണ്ടാവും, അവരോടും കൺസിഡറേറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളെല്ലാവർക്കും പറ്റിയൊരു ലോകം ഉണ്ടാക്കുക, അവർക്കും ട്രിഗർ ആവാതിരിക്കാൻ പറ്റിയൊരു ലോകം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ദാറ്റ് ഈസ് ജസ്റ്റ് എ ജോക്ക് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാം. പക്ഷേ ഇറ്റ് മൈറ്റ് നോട്ട് ബി എ ജോക്ക് ഫോർ ദി അതർ പേഴ്സൺ, മൈറ്റ് നോട്ട് ബി. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞിട്ട് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് വീക്സ് എപ്പിസോഡ്. വിൽ ബി ബാക്ക് നെക്സ്റ്റ് വീക്ക്. നമ്മൾ വരും. വിൽ ബി ബാക്ക്. അപ്പോൾ ടിൽ ദെൻ bye from Awkward Silence. Bye guys. Thank you. Bye.